ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ കൊളജനെ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുമായ ഒന്നായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അത് വേറൊന്നുമല്ല, സ്പിനച്ചാണ്. സ്പിനച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്പിനച്ച് പാലക്കാണ് കേട്ടോ. ഉത്തരേന്ത്യയിൽ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ സാലഡിലും അതുപോലെ അവർ കറിയായിട്ടും എല്ലാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പാലക്ക്. നമ്മുടെ ഇവിടെ ഇപ്പോൾ മിക്കവാറും ഏകദേശം ആൾക്കാരൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല, സൗന്ദര്യത്തിനും സ്കിൻ ഗ്ലോ ചെയ്യുന്നതിന് എല്ലാത്തിനും ഈ പാലക്ക്, നമ്മുടെ ഇന്ത്യൻ സ്പിനച്ച് ഏറ്റവും നല്ല ഒന്നാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് നമുക്കൊരു പാക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ സ്കിന്നിന് യൂത്ത്ഫുൾ ലുക്ക് കിട്ടുന്നതിനും അതുപോലെ തിളക്കം കിട്ടുന്നതിനും കൊളാജനെ ബൂസ്റ്റ് ചെയ്യുന്നതിനും എല്ലാത്തിനും നമുക്ക് ഇതുകൊണ്ടൊരു പാക്ക് ഉണ്ടാക്കാം. ഓക്കെ, ധാരാളം കഴിക്കാൻ പറ്റുന്നവർ കഴിക്കണം, സാലഡിലിടാൻ പറ്റുന്നവർ അങ്ങനെ ഇടണം, നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇത്. അതാണ് പിന്നെ അത് കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുകയും ചെയ്താൽ നല്ല അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ ഉള്ള പാക്കിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം കേട്ടോ. ഇനി നമുക്ക് പാലക്ക് വേണം, പിന്നെ അടുത്തത് നമുക്ക് കോൺ സ്റ്റാർച്ച് വേണം, പിന്നെ അടുത്തതായിട്ട് അലോവേറ ജെല്ല് വേണം, പിന്നെ ഓയിൽ വേണം. ഓയിൽ എന്ന് പറയുമ്പോൾ അത് ബദാം ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതെടുത്താൽ മതി കേട്ടോ. ഇനി ഓരോന്നിലും എന്താ അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയട്ടെ. ഈ പാലക്കെന്ന് പറയുമ്പോൾ എന്താണെന്നോ, വൈറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന അയണും ഫോലേറ്റും കൂടി ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൽ ഏറ്റവും നല്ല തിളക്കം കിട്ടുന്നതിനും കേടുപാടുകൾ, സെൽസിൻ്റെ കേടുപാടുകൾ മാറുന്നതിനും സണ്ണിൽ നിന്നുള്ള ഡാമേജ് തടുക്കുന്നതിനും എല്ലാത്തിനും നമുക്ക് ഈ പാലക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മൾ കോൺ സ്റ്റാർച്ചാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലൊരു തിക്കനിങ് ഏജൻ്റായിട്ടാണ് കോൺ സ്റ്റാർച്ചിനെ കാണുന്നത് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, സ്കിന്ന് ബ്രൈറ്റ് ആവുന്നതിനും ധാരാളം അയണും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കിൻ ബ്രൈറ്റ് ആവും. പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ ആ ഡാർക്ക്നെസ് കുറയുന്നതിനും പഴയ സെൽസൊക്കെ പോയി പുതിയ സെൽസിന് പിന്നെ നല്ല ആരോഗ്യത്തോടു കൂടി വരുന്നതിനും എല്ലാത്തിനും ഈ കോൺ സ്റ്റാർച്ച് നല്ലതാണ്. ഓക്കെ, അടുത്തതായിട്ട് അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ലെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഇപ്പം നമുക്ക് വാങ്ങാൻ കിട്ടും, വാങ്ങണത് മതി. ഇപ്പോൾ വീട്ടിലുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എടുക്കേണ്ട വിധം. എന്നാലും ഒന്നും കൂടെ പറയാം. ഇനി എന്നെ ആദ്യം കാണാത്തവരാണെങ്കിൽ നമ്മളിതെടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് അത് പൊളിച്ച് അതിന് മുന്നൊരു കാര്യം ചെയ്യണം കേട്ടോ, അത് മറന്നുപോയി. അത് കുറച്ച് നേരം നമ്മളത് മുറിച്ചിട്ട് അതെടുത്ത് വെച്ചേക്കണേ, ഒരു കടലാസിൽ ഇങ്ങനെ കുത്തി വെച്ചേക്കണം. അപ്പോൾ അതിനകത്തൊരു മഞ്ഞ സിറം വരും, അത് നമുക്ക് വേണ്ട, അത് ചൊറിയും. അപ്പോൾ അത് നമ്മൾ കളഞ്ഞിട്ട് വേണേ ഇത് എടുക്കാൻ. എന്നിട്ട് പിന്നെ പൾപ്പാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ജെല്ല് ഓൾറെഡി കയ്യിലുണ്ടെങ്കിൽ ഓക്കെ, അത് മതി കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഏറ്റവും നല്ലത് നമ്മുടെ ബ്ലാക്ക് സെൽസ്, അതായത് മെലാനിൻ്റെ ഇതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിന്നെ കറുത്ത കളറുകൾ, പോകുന്നതിന് ആ സെൽസിലൊക്കെ നല്ല വെളുത്ത സെൽസ് എന്ന് പറയാം വരുന്നതിനും അതുപോലെ തന്നെ തിളക്കം കിട്ടുന്നതിനും കളറ് കിട്ടുന്നതിനും പാടുകൾ പോകുന്നതിനും പിന്നെ ഡ്രൈനസ്, ഏജിങ് സ്കിന്നിലെ ഡ്രൈനസ് പോകുന്നതിനും ചുളിവുകൾ വരാതിരിക്കുന്നതിനും എല്ലാത്തിനും അലോവേറ ജെല്ല് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലായല്ലോ. പിന്നെ ഓയിൽ, അത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ സ്പിനച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് അരിച്ച് ജ്യൂസാക്കി എടുക്കണം. ഓക്കെ, അത് നമുക്കൊരു 3 സ്പൂൺ വേണേ. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇടണം. കോൺ സ്റ്റാർച്ച് ഇട്ട് നന്നായിട്ട് അത് കട്ട പിടിക്കാതെ ഇങ്ങനെ നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ചെയ്യാനുള്ളത് എന്താണെന്നോ, നമുക്കൊന്ന് ചെറിയ തീയിൽ ഇതിനെ നമുക്കൊന്ന് ചൂടാക്കാം. അല്ലെങ്കിൽ ഡബിൾ ബോയിൽ സിസ്റ്റം ആയാലും മതി. തിളച്ച വെള്ളത്തിലേക്ക് ഒരു പാത്രത്തിൽ ഇത് വെച്ചിട്ട് ഈ നമ്മുടെ ജ്യൂസും കോൺ സ്റ്റാർച്ചും കൂടെ അതിനകത്ത് ഇട്ടിട്ട്
ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ പാത്രം അങ്ങോട്ട് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് അങ്ങനെ നമുക്കത് തിക്കായിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ തീയിൽ ഇങ്ങനെ പതുക്കെ ഇളക്കി കട്ട കൂടാതെ ഇളക്കണം. ഓക്കെ, കട്ട കൂടാതെ ഇളക്കി അതൊരു തിക്ക് ആകുമ്പോൾ ഇറക്കി വെക്കണം കേട്ടോ. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ അലോവേറ ജെല്ല് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ പിന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ടോളൂ കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അത് ഇല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലോ ബദാം ഓയിലോ ഒലിവ് ഓയിലോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് ഒരു 1/2 സ്പൂൺ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ അവിടെ വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് കൂടുതലുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ ഇത് ഇരുന്നോളും. ഫ്രിഡ്ജിൽ എങ്ങനെയായാലും ഒരാഴ്ച 2 ആഴ്ചത്തേക്കുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഈ ജ്യൂസ് എടുക്കണ അനുസരിച്ച് നിങ്ങൾക്ക് അതിനകത്ത് തിക്നെസ്സിന് വേണ്ടി കോൺ സ്റ്റാർച്ച് ഇട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അതുപോലെ ഇട്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് അത് അടച്ചവിടെ വെച്ചിരുന്നാൽ മതി. എല്ലാ ദിവസവും ഇടണമെന്നില്ല കേട്ടോ. ഇത് നമുക്കൊരു 1 ഇടവിട്ട ദിവസങ്ങളിൽ ഇത് ഇട്ടാൽ മതി. 1 ഇടവിട്ട ദിവസങ്ങളിൽ ഇത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. അത് ഒന്ന് ഡ്രൈ ആകുമ്പോൾ സെമി ഡ്രൈ ആകുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഈ പാക്ക് നല്ല ഒന്നാന്തരം നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം പിന്നെ ഫേസ് പാക്കാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ യൂത്ത്ഫുൾ ലുക്ക് നിലനിർത്തുന്നതിന് എപ്പോഴും നല്ലൊരു പാക്കാണ്. ഇതെല്ലാ പ്രായക്കാർക്കും ഇടാം കേട്ടോ. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഈ പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. പിന്നെ എല്ലാവരും പുതിയൊരു വർഷത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒത്തിരി നമ്മുടെ ലോകത്താകമാനം പ്രശ്നങ്ങളായിരുന്നു. യുദ്ധങ്ങളും ക്ഷാമവും പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ ഒത്തിരി മാനസികമായിട്ട് വിഷമിച്ച ഒരു വർഷമാണല്ലേ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വർഷം നമുക്ക് സന്തോഷത്തിനും സമാധാനവും ഐശ്വര്യവും എല്ലാം നിറഞ്ഞതാവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാത്രമല്ല നമുക്ക് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. നമ്മൾ നേരിട്ട് കൊടുക്കണം. അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഇനി എൻ്റെ കാര്യം പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ വർഷത്തിൽ എനിക്ക് ഒത്തിരി പേര് പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും 1000 നന്ദി. എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി നന്ദി സ്നേഹവും തരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഒത്തിരി പേരുണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.